നമസ്കാരം. എബ്രഹാം മാത്യുവിൻ്റെ നിർമ്മാണത്തിൽ ഷീലു എബ്രഹാം നായികയായി, അനൂപ് മേനോൻ നായകനായി, ധ്യാൻ ശ്രീനിവാസൊക്കെ അഭിനയിച്ച, മനോജ് പാലോടൻ സംവിധാനം ചെയ്ത രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ ദിവസമാണ് ചിത്രം റിലീസിനെത്തിയത്. വൈകുന്നേരത്തെ ഷോയ്ക്കാണ് പോയി കണ്ടത്. ഈ സിനിമയെപ്പറ്റി സാധാരണ നമ്മൾ ഒരു സിനിമയെപ്പറ്റി ഒരു നെഗറ്റീവ് അഭിപ്രായമാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ചില താരങ്ങളുടെ പ്രകടനമായിരിക്കും. ഞാൻ പറയുന്നത് പുതുമുഖ സിനിമകളുടെ കാര്യമല്ല, പക്ഷേ അത്യാവശ്യം പ്രേക്ഷകർക്ക് സുപരിചിതമായ താരങ്ങളുള്ള സിനിമകൾ, അവരുടെ സിനിമകൾ വരുമ്പോഴേക്കും അതിൻ്റെ കഥ മോശമാണെങ്കിൽ, അതിൻ്റെ തിരക്കഥ മോശമാണെങ്കിൽ, അതിൻ്റെ സംവിധാനത്തിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരാശ്വാസം ഉണ്ടാകാൻ പോകുന്നത് അതിൽ അഭിനയിച്ച ആളുകൾ, ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ അവരുടെ പ്രകടനം കൊണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സിനിമയെ മാറ്റുമെന്നുള്ളതാണ്. രവീന്ദ്ര നീ എവിടെ അവിടെ ഒരു എക്സെപ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നു പോകുന്ന പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പോലും ഈ സിനിമയെ ഒരു തരത്തിലും അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, അവരുടെ പ്രകടനം എനിക്ക് തോന്നുന്നു പലരുടെയും കരിയറിലെ തന്നെ ഏറ്റവും മോശം പ്രകടനം പോലും ആകുന്ന രീതിയിലേക്ക് ഈ സിനിമ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വൾഗാരിറ്റി കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് കോമഡി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടോ ഒന്നുമല്ല അവരുടെ പ്രകടനം മോശമാണെന്ന് പറയുന്നത്. കാരണം അവർ അഭിനയിക്കുകയാണെന്ന് ഫീല് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ സിനിമയിൽ പല ചെറിയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. നമ്മൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടും, ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല, എല്ലാ സിനിമയിലും ഓരോ ആർട്ടിസ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. അതും പ്രധാനപ്പെട്ട ലീഡ് റോളുകൾ ചെയ്യുന്നവർ മാത്രമല്ല, അത് ചില 1-2 സീനുകളിൽ വന്ന് പോകുന്നവർക്ക് പോലും ഇതൊരു സീരിയലല്ല, അല്ലെങ്കിൽ ഇതൊരു ഡോക്യുമെൻ്ററി അല്ല, ഇതൊരു സിനിമയാണ് എന്ന് തോന്നിക്കേണ്ടത് അവരുടെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് ഫീൽ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. പക്ഷേ അവരിൽ പോലും ഓവറായിട്ടുള്ള അഭിനയങ്ങൾ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് സൂചിപ്പിക്കേണ്ടത് ഇതിൻ്റെ പാട്ടുകളും ഇതിൻ്റെ BGM ഒക്കെയാണ്. ഒരു തരത്തിലും നമുക്ക് സഹനശക്തി തരാൻ കഴിയാത്ത രീതിയിൽ എങ്ങോട്ടോ പോകുന്ന ഒരു പാട്ടും BGMകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ മലയാള സിനിമയിൽ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള BGM ഒക്കെയാണ്. ഇത് എനിക്ക് മനസ്സിലാവുന്നത്, ഇതൊരു എഡിറ്റ് ഷൂട്ടിൽ നിങ്ങൾ ഇന്ന് കാണുമ്പോഴേക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടൊരു ഓക്കെ പറയാൻ തോന്നുന്നത് എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള മ്യൂസിക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന രവീന്ദ്രൻ എന്ന അനൂപ് മേനോൻ്റെ കഥാപാത്രം തുടക്കത്തിലൊക്കെ അത്യാവശ്യം ഹ്യൂമർ ലൈറ്റിൽ പോകാൻ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കാം തിരക്കഥാകൃത്തായ കൃഷ്ണ പൂജപ്പുര ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും ചിരി പടർത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പോകെ കഥ പോകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെൻറ്റോ ഫാക്ടറോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് കൃഷ്ണ പൂജപ്പുരയുടെ സ്ക്രിപ്റ്റുകളിൽ, അതായത് മുൻപ് തന്നെയുള്ള സ്ക്രിപ്റ്റുകളിൽ, ഇപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സ് പോലുള്ള സിനിമ, അല്ലെങ്കിൽ ഇവർ വിവാഹിതരായാൽ പോലുള്ള സിനിമകൾ, കുഞ്ഞളിയൻ, ഇതുപോലുള്ള സിനിമകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂസിങ് എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സിലാണെങ്കിൽ ഇന്ന ഭാര്യ കാണാതെ എന്ന ഭാര്യ പോകണം, അങ്ങനെ ആ ഒരു കൺഫ്യൂസിങ്ങിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പോലും ഒരു ചിരി ഉണ്ടാകാറുണ്ട്. അയ്യോ അതങ്ങനെയല്ലേ, ഇത് കണ്ട പ്രശ്നമാവില്ലേ. പക്ഷെ ഇവിടെ വളരെ ലേസി ആയിട്ടും വളരെ വീക്കായിട്ടുള്ള റൈറ്റിങ്ങും സംവിധാനത്തിലെ ഒരുപാട് പാളിച്ചകളും കാരണം നമുക്ക് ഒരു തരത്തിലും ഇത് ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലും, അല്ലെങ്കിൽ രവീന്ദ്രൻ്റെ ജീവിതവുമായിട്ട് ഒരിക്കലും പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുമാണ് ഈ സിനിമയുടെ കഥ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം അവർ എൻഡ് ചെയ്യുമ്പോഴേക്കും എന്തോ വലിയ സസ്പെൻസ് കാണിക്കുന്നത് പോലെയാണ് ആ സിനിമ അവർ എൻഡ് ചെയ്യുന്നത്. ഒരു വലിയ ട്വിസ്റ്റ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന് പറയുകയാണ്. എന്ത് ആംഗിളിലാണ്, എന്ത് കോൺസെപ്റ്റാണെന്ന് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ വളരെ നിരാശമായ ഒരു എക്സ്പീരിയൻസാണ് രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രം പേഴ്സണലി സമ്മാനിച്ചത്. പക്ഷേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടോ ഈ റിവ്യൂ കേട്ടുകൊണ്ടോ ഈ സിനിമയെ നിങ്ങൾ തള്ളിപ്പറയണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ ഈ സിനിമ നേരത്തെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ സിനിമ കാണണം, അല്ലെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം എനിക്ക് എൻ്റെ വായിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് തന്നെ അറിയണം എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി തന്നെ പ്രേക്ഷകരും അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ അഭിപ്രായവുമായി എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഇതിനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും വീക്കായി മാറുന്ന കാഴ്ച അത് തന്നെയാണ് ഇതിനകത്ത് ഈ സിനിമയുടെ ടോട്ടാലിറ്റിയെ തന്നെ അത് ബാധിക്കാനുള്ളൊരു കാരണവും അത് തന്നെയാണ്. പല
ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാം വീക്കായി മാറുകയാണ്. അതിൻ്റെ സ്റ്റോറി വൈസ് ആയിട്ടാണെങ്കിലും, നമ്മൾ ഡയറക്ഷൻ വൈസ് ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ ക്യാമറ വൈസ് ആണെങ്കിലും, നമുക്ക് എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങളുള്ളത് പോലെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഔട്ടിൽ തോന്നിപ്പോകുന്നത് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും. സോ രവീന്ദ്രൻ, നീ അവരെ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.